ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് LP-UP പരീക്ഷയ്ക്ക് കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരേപോലെ വരുന്ന കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ഫാക്ട്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുലയ മഹാസഭ ആരാണ് സ്ഥാപിച്ചത്? അത് പൊതുവെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ആരാണ് പുലയ മഹാസഭ സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ്. ഇനി അതുപോലെ വരുന്ന മറ്റ് 3 സഭകൾ കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഹിന്ദു പുലയ സമാജം ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ കുറുമ്പൻ ദൈവത്താനാണ്. അപ്പോൾ ഇവരെല്ലാം റിനൈസൻസ് ലീഡേഴ്സാണ്. എങ്ങനെ ഓർത്ത് വെക്കാം? അപ്പോൾ ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യം വെച്ചൊന്ന് കണക്ട് ചെയ്യാലോ. ഹിന്ദു ദൈവം, ഹിന്ദു പുലയ സമാജം ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. അടുത്തത് കൊച്ചിൻ പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭ ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്ന് വെച്ചാൽ കോഡുകളൊക്കെ നമ്മളുടെ ഒരു സൗകര്യാർത്ഥം നമ്മൾ ഇടുന്ന കോഡുകളാണല്ലേ. അപ്പോൾ ഈ വലിയ പണ്ഡിതന്മാർ അവർക്ക് എല്ലാ അറിവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഇല്ല, ഞാൻ വെറും കുഞ്ഞാണ്, കൊച്ചാണ് എന്നുള്ള രീതിയിൽ അവർ കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കാറില്ല. ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്തേ. അപ്പോൾ എന്താണ് കൊച്ച്? അപ്പം അത് വെച്ച് നമുക്ക് എന്തോർക്കാം? പണ്ഡിറ്റ് കറുപ്പൻ. അപ്പം കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. ഫൈനലി നമുക്ക് നോക്കാം കേരള പുലയ മഹാസഭ ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. അതിന് പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു കോഡുണ്ട്, കേരള പുലയ മഹാസഭ. അപ്പം KP ഇവിടെ കണ്ടു, തിരിച്ചിടുമ്പോഴത്തേക്ക് PK. അങ്ങനെ ഓർത്ത് വെക്കാലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു 4 കൺസെപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ കൺസെപ്റ്റൊക്കെ മറന്നു പോകാതെ ഇരിക്കത്തുള്ളൂ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.